ബാക്കി വന്ന ചോറും ഒരൊറ്റ കോഴിമുട്ടയും മിക്സിയിലൊന്ന് കറക്കി നോക്കൂ. ദാ ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള നല്ല പ്ലഫി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. കണ്ടല്ലോ, ലെയേഴ്സൊക്കെ വിട്ട് വിട്ട് വന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റാണ്, ഒത്തിരി ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മളൊരു സൂപ്പർ കോംബോ എന്ന് പറയുന്നത് ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. ഒരു നാടൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോറാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചോറാണ്, അതിൽ നിന്നാണ് ഒരു കപ്പ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ചോറ് ബാക്കി വന്നാൽ ഒന്നെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെക്കും, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴിവാക്കാറാണ് പലരും പതിവ് കേട്ടോ. അത് തിളപ്പിച്ചൂറ്റി കഴിക്കാനൊക്കെ എല്ലാവർക്കും മടിയാണല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബാഡ് സ്മെല്ലായിരിക്കും, പിന്നെ ഒന്നിനും പറ്റൂല. അപ്പോൾ അതിൻ്റെ മുന്നേക്കെ ആയിട്ട് ഈ ഒരു ചായക്കടി രാത്രിയൊക്കെ ബാക്കിയാവുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പം ഞാനിത് അവിടെ 250 ml കപ്പിന് 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരൊറ്റ കോഴിമുട്ടയും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം അടുത്ത് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഇത് മാത്രം മതി. ഇനിയിപ്പോൾ ഓരോ മിക്സിക്ക് ഓരോ കണക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള മിക്സി ആണെങ്കിൽ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചോറ് ഞാനിത് ഒരു തട്ടിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. രാവിലേക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. നല്ല എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ അതാ ഈ ഒരു തട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് ജസ്റ്റ് ഒന്ന് കുഴച്ച് മിക്സാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള ചോറിലോട്ട് 1 കപ്പ് മൈദാമാവാണ് കേട്ടോ. അതേ കപ്പിന് 1 കപ്പാണ് നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ വെള്ളം എത്രത്തോളം ചേർത്തിട്ടുണ്ടോ അതിനനുസരിച്ച് മൈദാമാവിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ ഇത്. ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ റെസിപ്പിയാണ്. ഈ ഒരു മാവ് കുഴച്ചെടുക്കുക, അങ്ങനെ ചില്ലറ പരിപാടികളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. അപ്പോൾ ഞാനിതവിടെ ഈ ഒരു കപ്പ് മുഴുവനായിട്ട് മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ചോറാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു മാവ്. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കുഴക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്.